ആൻഡ് ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് പേരുടെ അടുത്ത് ഞാൻ നമ്മുടെ വേറെ ആരുടെ അല്ല നമ്മുടെ റെഗുലർ ആയിട്ട് നമ്മുടെ ലൈവ് കാണുന്ന കുറച്ച് ഓഡിയൻസിൻ്റെ അടുത്ത് ഞാനൊരു സോറി പറയുവാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ എന്നെ എക്സ്ട്രീം ട്രിഗറിലാണ് പലയിടത്തും കണ്ടിട്ടുള്ളത്. ആൻഡ് എൻ്റെ ലാംഗ്വേജ് ആണെങ്കിലും എന്താണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. 2-3 ദിവസം ലൈവ് ഇടാൻ കാരണം ഞാൻ അത് തന്നെയായിരുന്നു. കാരണം ഞാനത് വന്നാലും ലൈവിൽ ഈ കമൻറ്റ് വായിച്ച് ട്രിഗർ ആവും ഭയങ്കരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ട്രിഗർ ആവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയണത് പോലെ ഇങ്ങനെ 2 ദിവസത്തെ ലൈവ് ഹോൾഡ് ചെയ്തു. പിന്നെ പിള്ളേരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം അവന്മാരെല്ലാം ബോബോയും ബോബു അവരെല്ലാം ഇവിടെ വന്നായിരുന്നു. പിന്നെ ഇന്നും രായനും നമ്മുടെ ബ്രാവോയും കൂടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഓഡിയൻസ് കുറേ പേരെടുത്ത് ഇത് പറയണം. ഇന്നലെ ആണെങ്കിൽ ആരും ലൈവ് കാണുന്ന എനിക്കിതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ആളുടെ അമ്മ ഇന്നലെ എന്നോട് ഫോണിൽ സംസാരിച്ച് തെറിവിളിയൊക്കെ എടുത്ത് കുറയ്ക്കണമെന്ന് പറഞ്ഞ് കുറച്ച് സമാധാനത്തോടെ നീ ഇതാക്കി നീ പറയാനുള്ളത് പറഞ്ഞോ, പക്ഷെ കുറച്ച് സമാധാനത്തിൽ പറയണമെന്നൊക്കെ പറഞ്ഞു. സോ ആ ഫീഡ്ബാക്കിന് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ട്രിഗേർഡ് ആയതിൽ സോറി. അതുകൊണ്ട് മാത്രം. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളിലും ഞാൻ ഒരുത്തനോടും സോറി പറയില്ല, ഒരുത്തനോടും ഇത് പറയത്തില്ല. അതെന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതെന്റെ ആരോ പറഞ്ഞത് അതിന്റെ ക്യാരക്ടറാണ്. അതായത് ബ്രോ അവരുടെയൊക്കെ വായിന്ന് തന്നെ വീണായിരുന്നത് ക്യാരക്ടറാണ്. അതെ ബ്രോ, ക്യാരക്ടറാണ്. അതെന്താണെന്നറിയോ, അന്നോട്ട് ഇന്ന് വരെ ഈ സെയിം ക്യാരക്ടറിലാണ് ഞാൻ നിന്നിട്ടുള്ളത്. അതായത് ഒരാളുടെ അടുത്ത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ, ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ എനിക്ക് മോശമായിട്ട് എന്തെങ്കിലും ഒരാളുടെ അടുത്ത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് മുഖത്ത് നോക്കി എനിക്ക് ബ്രോ അതിന് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് നിന്നെ, അല്ലാതെ ഫ്രണ്ടിൽ നിന്ന് അണ്ണാന്ന് വിളിച്ചിട്ട് ബാക്കിൽ നിന്ന് കുണ്ണേന്ന് വിളിക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടോട്ടേ ഇല്ല. അതിനി ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും ഞാൻ മാറ്റത്തില്ല. ഈ ഡൗൺഫോളിന്റെ അതിൻ്റെയൊക്കെ കാര്യം പറയുന്നത് ഗൈസ്, ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആരെയും ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ ജെന്യൂനിറ്റിയിൽ തന്നെ നിന്നിട്ടുള്ളൂ. പിന്നെ കൺവേർഷൻ വണ്ടിന്ന് ഒക്കെ ആർക്ക് വേണേലും എന്ത് വേണേലും പറയാം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം. എന്തായാലും ഞാൻ ടോക്സിക് ഈ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും ടോക്സിക് സ്ട്രീമറായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞു. നമ്മുടെ കിക്കിലെ വാച്ചിങ് ഒക്കെ ബോട്ട് യൂസ് എന്നൊക്കെയാണ് പറയണത്. കുറെ കാര്യം ഇല്ല, ഞാൻ പറയാം. ഇനി തൊട്ട് നമ്മൾ ഇനി എന്ത് അപരാധം ഒരു ദിവസം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ആർപിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. ഇനി ആർപി, പക്ഷേ മിണ്ടാതിരിക്കുന്ന പരിപാടി ഇനിയില്ല. മനസ്സിലായോ? മിണ്ടാതിരിക്കുന്ന പരിപാടി ഇനിയില്ല. ഇന്ന് ഞാൻ ഡിസ്കോഡ് കുറച്ചു നേരം നോക്കും, എന്നിട്ട് ഞാൻ സിറ്റി കയറി ആർപി കളിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അത് മിണ്ടാതിരിക്കുന്ന ഒരു പരിപാടി ഇനി എന്തായാലും ഉണ്ടാകത്തില്ല. കാരണം ഞാൻ കുറെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി മിണ്ടായിരുന്ന. നിങ്ങളിപ്പോ കണ്ണാപ്പിയും ബാക്കിയുള്ളവരും ഒക്കെ ലൈവില് ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു ദിവസം അവന്മാരിരുന്ന് അവരാധിക്കുന്നത് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ അവരെ അത്രയും ദിവസം കൺട്രോൾ ചെയ്ത് ഞാൻ അത്രയും ദിവസം ഇതാക്കി വെച്ചിരിക്കുമായിരുന്നു. ഇനി എന്റെ സൈഡിൽ നിന്ന് ഞാൻ അവന്മാരെ കൺട്രോൾ ചെയ്ത് നിർത്തത്തില്ല. അത് അവന്മാർക്ക് ഇഷ്ടം പോലെ ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹോർഡിൻ ബ്രോ, താങ്ക് യു സോ മച്ച്. അത് 1 Eagle Game മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. ആൻഡ് ആദ്യം തന്നെ പറയാനുള്ളത്, പിന്നെ എനിക്കൊരു വലിയൊരു കാര്യം പറയാം. നന്മമരം കളിക്കുമൊന്നുമല്ല, നമ്മുടെ നന്മമരത്തിന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയണം, നന്മയുടെ കാര്യമല്ല പറയണേ. അത് പറയണവർക്ക് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. ഇന്ന് എൻ്റെ ഗ്രൂപ്പിലാണെങ്കിൽ പോലും ഇന്ന് ഗ്രൂപ്പിൽ വന്ന വലിയൊരു സജഷൻ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് പറയണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുവാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ലൈവ് കാണുന്ന ഒരു പുള്ളിയുടെ അനിയൻ ശരിക്കും IED കാറ്റഗറിയിൽ ഉള്ള ഒരു പയ്യനാണ്. അപ്പം നമ്മളിവരെ കളിയാക്കാൻ വേണ്ടി ഈ IED എന്ന് പറഞ്ഞാൽ അതൊരു മെന്റൽ ഇൽനെസ്സാണ്. അതുള്ള ഒരുപാട് പിള്ളേര് ശരിക്കും പറഞ്ഞാൽ അതിന് കാറ്റഗറി ഓഫ് സ്കൂളിലും കോളേജുകളിലും വരെ അതിന് കാറ്റഗറീസ് ഉള്ള കൂട്ടത്തിലാണ്. നമ്മൾ ഇവരെ ഇങ്ങനെ പറയുമ്പോൾ IED എന്ന് പറയുമ്പോൾ ഈ കാറ്റഗറിയിലുള്ള പിള്ളേരെ നമ്മൾ ഒരുമാതിരി തരം താഴ്ത്തുന്നത് പോലെ അല്ലെങ്കിൽ അങ്ങനെ ആക്കുന്നത് പോലെ ആയിപ്പോവും. അതപ്പോൾ ഇന്നൊരു പയ്യന്റെ അനിയൻ, നമ്മുടെ ലൈവ് കാണുന്ന ഒരു പയ്യന്റെ അനിയൻ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ ഉള്ള ഒരാളായതുകൊണ്ട് അവൻ അതിന്റെ വിഷമം മനസ്സിലായിട്ട് എൻ്റെ അടുത്ത് വന്നത് പറഞ്ഞു. പക്ഷെ ഞാൻ പറയാണ്, നമ്മൾ ഇട്ടുകൊടുത്ത പേരല്ല അത് നമ്മൾ ഇട്ടുകൊടുത്ത പേരല്ല. അവർ സ്വന്തമായിട്ട് അവരുടെ ലീഡറിന്റെ ലൈവിൽ സ്പാം ചെയ്തതും, അതുപോലെ ഈ ലീഡർ എന്ന് പറയുന്ന ആൾ, ലീഡറായിട്ടുണ്ടായിരുന്ന ആള് ലൈവിൽ സ്വന്തമായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, ഞാനൊരു IED ലീഡർ അല്ല, IED ലീഡർ. അതിന്റെ ക്ലിപ്സ് വന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാധനം. അല്ലാതെ നമ്മളാരും ഇട്ടുകൊടുത്ത പേരല്ല. പക്ഷെ അത് നമ്മൾ കുറെ വട്ടം നമ്മുടെ വായിന്ന് കുറെ പേര് പറഞ്ഞു. പക്ഷെ എനിക്കത് ഇപ്പൊ കേട്ടപ്പോൾ തോന്നുന്നു ശരിയാണ്. ഞാൻ അഡ് നോക്കിയപ്പോൾ അതൊരു ഈ പറയണത് പോലെ മെന്റൽ ഇൽനെസ് ആയിട്ടുള്ള ഒരു കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ വിഭാഗത്തുള്ള ആൾക്കാരുടെ ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ അവരെ പറയുമ്പോൾ അവർക്കത് ഫീൽ ബാഡ് ആവുന്നത്. നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ ലൈവ് കാണുന്ന ഒരാളുടെ അനിയൻ അങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് പേഴ്സണലി പറഞ്ഞപ്പോൾ എനിക്കത് ബാഡ് അടിച്ചു. അതുകൊണ്ട് ആ ഒരു സാധനം വെച്ച് ഞാൻ ഇനി എൻ്റെ വായിന്ന് അങ്ങനെ പറഞ്ഞ് കളിയാക്കത്തില്ല. ഞാൻ അങ്ങനെ നമ്മുടെ ലൈവ് കാണുന്ന ആരുടെയും ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഓട്ടോവർത്ത റിലേറ്റീവ്സ് ഫ്രണ്ട്സോ അറിയില്ല ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ക്ഷമ പറയുന്നു. അത് എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇട്ടുകൊടുത്ത പേരല്ല. ഇനി നമ്മൾ അങ്ങനെ പറഞ്ഞ് കളിയാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവരെ പറയാൻ വേറെ കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് അത് പറയാം. അവരാതെ നിർത്തുമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് നമുക്ക് പറയാം. ഇത് പറഞ്ഞ് നമുക്ക് കളിയാക്കേണ്ട, അത് നമുക്ക് വിടാം. ഞാനും അത് ഈ പറയണത് പോലെ കേട്ടപ്പം നൈസ് സ്റ്റോറി ബ്രോ. നിന്റെയൊക്കെ പോലെ അല്ലടാ എൻ്റെ ഗ്രൂപ്പും എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ അടുത്തുള്ള ക്ലോസ് ഇന്ററാക്ഷനും എൻ്റെ ലൈവ് കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം.
6-7 ഗ്രൂപ്പിലായിട്ട് 16,000 പേര് ഈ ലൈവ് കാണുന്നതിലുള്ള ഒരു 6,000 പേര് എന്റെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. ആ ഗ്രൂപ്പിലുള്ളവരെല്ലാം ഈ ലൈവ് കാണുന്നുണ്ട്. ആ ഗ്രൂപ്പിലുള്ള മിനിമം ഒരു 200 പേരെങ്കിലും ഇതിനകത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിന്നെ ഒന്നും എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതാണ് അതിന്റെ കാര്യം. പിന്നെ അടുത്ത ഒരു കാര്യം കൂടെ ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടങ്ങ് തുടങ്ങാമേ ഗൈസ്. ഞാൻ ഇതിൽ നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലാവോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നും അറിയത്തില്ല. ഞാനാണ് അവൻ്റെ അടുത്ത് ഈ വീഡിയോ ഇവിടെ ഇടാൻ പറഞ്ഞത്. എന്ത് ചെയ്യാൻ നിക്കോണ വീഡിയോ ഇട്ടില്ലേ ഇവിടെ? നിക്കോന്റെ അടുത്ത് ഞാനൊരു വീഡിയോ കൊടുത്തായിരുന്നു ഇവിടെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. ആ വീഡിയോയുടെ ഒരു ജസ്റ്റ് ഒരു റിപ്ലൈയും കൂടെ എനിക്കൊന്ന് പറയണമായിരുന്നു. നിക്കോണ ആ വീഡിയോ നീ ഇട്ടില്ല. നിക്കോൺ ഗൈസ് എനിക്കൊരു ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചിട്ട് എനിക്ക് അതിൻ്റെ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് തുടങ്ങാം എന്നുള്ളൊരു രീതിയിലായിരുന്നു. ആ വീഡിയോ എവിടെ പോയി? എടാ നിക്കോൺ ഇവിടെ ഇല്ലേ? അവൻ്റെ അടുത്ത് ഞാൻ ജസ്റ്റ് ഗൈസ് ഒരു സെക്കൻഡ് ലൈവ് വീസി എന്തേ ലൈവിനോ? ഹലോ നിക്കോണില്ല, നിക്കോണെ കാണാനില്ല. നിക്കോണില്ലേ? എന്നാ ഞാൻ പറയാം ഗൈസ്. ഞാൻ പറയാം എന്താന്ന് വെച്ചാ ഒരു എന്താ എൻ്റെ 5 വർഷം മുമ്പത്തെ ഞാനിങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് യൂട്യൂബിൽ വലിയ റവന്യൂ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ UPI ID ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ വരുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു ക്ലിപ്പ് 5 വർഷം മുമ്പത്തെ, നിങ്ങളത് കണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവര് പറയണമെന്ന് പറഞ്ഞാല് നമ്മള് ഈ QR മറ്റേ ഇതൊക്കെ വെക്കുന്നതിന് എതിരാണ് എന്നുള്ള രീതിയിലാക്കി കാര്യങ്ങൾ. അതല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇപ്പോഴും പറയാം, ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. അതായത് MRC എന്ന് പറയുന്ന ഗ്യാങ് ലോഞ്ച് ചെയ്തപ്പം അവർ പറഞ്ഞ കുറച്ച് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു പബ്ലിക്കിലേക്ക്. 40 ലക്ഷം രൂപയുടെ ബൂട്ട് ക്യാമ്പ്, പ്ലേയേഴ്സിന് സാലറി, പ്ലേയേഴ്സിന് PC, പ്ലേയേഴ്സിന് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഓരോ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സും PCക്ക് വേണ്ടിയിട്ട് QR വലുതായിട്ട് വെച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഈ അപരാധം തുടങ്ങിയത്. മനസ്സിലായി? അല്ലാതെ ഈ UPI ID വെക്കുന്നതും ഇത് വെക്കുന്നതും തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞില്ല. MRC എന്ന് പറയുന്ന ഓർഗ് ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് അപരാധം പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് ഇത് വന്നപ്പോഴാണ് ഈ സാധനത്തെ പറ്റി പറയണത്. അതുപോലെ കണ്ണാപ്പി മറ്റേ ഗോൾ അടിക്കുന്ന കേസും അതും ഇതുമൊക്കെ എടുത്തു വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ സാധനം പറഞ്ഞത്. അല്ലാതെ UPI ID വെക്കുന്നതും QR വെക്കുന്നതും തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എല്ലാ സ്ട്രീമേഴ്സും അത് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഞാനൊരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ UPI ID ഇതും വെച്ചിട്ടില്ല. കാരണം ഈ പറഞ്ഞതുപോലെ എനിക്ക് അത്യാവശ്യം ലൈവ് ഇടുമ്പോൾ തന്നെ സൂപ്പർ ചാറ്റ് അല്ലെങ്കിൽ ലോക്കോ ഉണ്ടായിരുന്ന സമയത്ത് ലോക്കോയുടെ കോൺട്രാക്റ്റിൽ നിന്ന് നല്ല എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് യൂട്യൂബ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് നല്ലൊരു റവന്യൂ അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഇൻകം ടാക്സിന്റെ സീൻസ് അതൊക്കെ വന്നപ്പോഴത്തേക്കിന് ഞാൻ ഈ UPI എന്ന് പറയുന്ന സാധനം ഞാൻ വെക്കാതെ. അത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് ആ സാധനത്തിനെ വരെ കൺവേർട്ട് ചെയ്ത് 5 വർഷം മുമ്പത്തെ ക്ലിപ്പൊക്കെ കൊണ്ടുവന്നേക്കുന്നു. എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പബ്ലിക്കലി പറഞ്ഞ കുറച്ച് വാഗ്ദാനങ്ങളാണ്. അതായത് ഈ പറഞ്ഞതുപോലെ മറ്റേ ബൂട്ട് ക്യാമ്പ്, 50 ലക്ഷം രൂപയുടെ ബൂട്ട് ക്യാമ്പ്, പ്ലേയേഴ്സിന് സാലറി, ഒരു കോൺസെപ്റ്റ് ഒരു കുറച്ച് ദിവസത്തേക്ക് കോൺസെപ്റ്റ് അങ്ങ് തിരിച്ച് ഇവിടെ ഇവന്മാരൊക്കെ സാലറി ഒക്കെ ചോദിച്ചിട്ട് അടുത്ത് 2 ദിവസത്തെ ഇറക്കി ഇവിടെ ഇരുന്നതാണ്. മെസ്ബോയൊക്കെ ആദ്യമേയൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ വന്നിട്ട് പ്ലേയേഴ്സിന് സാലറി. ഇതെന്താ ഇത് കഴിച്ച് ഇ സ്പോർട്സ് ഒന്നും അല്ല ഇത് ഇ സ്പോർട്സ് ഒന്നും അല്ല. ഇത് സാലറി കൊടുത്ത് മറ്റേ ഇതാക്കി നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബാക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാ, ശരിയാ. ഈ പറയുന്ന പോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്ലേയേഴ്സിന് നല്ല റിട്ടേൺ ബാക്ക് ഒക്കെ കിട്ടുന്നത് ഓക്കെയാ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ. അത് ചെയ്യുന്നതിന് മുമ്പ് ഈ പറയണത് പോലെ അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അതിന് റിപ്ലൈ പറഞ്ഞ കാര്യമാണ്. അല്ലാതെ QR ബാക്കിയുള്ള കാര്യമൊന്നും നമുക്ക് വേറൊരു രീതിയിലോട്ട് കൊണ്ടുവന്നല്ല. അത് കുറെ ആയിട്ട് നമ്മളിങ്ങനെ കണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരാതെ വന്നപ്പോൾ പറഞ്ഞതാ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് രണ്ടേ ഉള്ളൂ. വേറെ പറയാൻ ഞാൻ എനിക്ക് ഇൻഡിവിജ്വലി ഓരോ സാധനങ്ങൾ ഓരോന്നും എടുത്തു വെച്ചിട്ട് അവരാധിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ ഇനി വെറുതെ എന്തായാലും ഓൾറെഡി ഞാൻ ടോക്സിക് ഇതിലേക്ക് വന്നു കഴിഞ്ഞു. ഞാനാണ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും ടോക്സിക് കമ്മ്യൂണിറ്റി ഇത് ഏറ്റവും ഇത് എന്നൊക്കെ പറഞ്ഞ് നോക്കി തുടങ്ങി. പെണ്ണുകൾക്ക് അഭിപ്രായ താഴെ പിന്നെ ആർഗ്യുമെന്റ് ചെയ്യിക്കാൻ എന്തായാലും കാണിക്കും. അതെനിക്കറിയാം ബ്രോ, അത് സത്യമാണ്. അപ്പൊ എടാ സിറ്റി കത്തിപ്പോയോടാ? ഇല്ല, എത്തിയിട്ടില്ല. കണ്ണാപ്പി കണ്ണാപ്പി ഹലോ. മിസ്സായോ? എന്ത് ഇത് മിസ്സായോ? ഒരു 10 സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. അയ്യോ കണ്ടില്ല. അസ്ലഫ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 5 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. സഫാൻ ബ്രോ താങ്ക് യു സോ മച്ച്. ഓക്കിൻ ബ്രോ താങ്ക് യു. ബോട്ടാണെന്ന് പറഞ്ഞ 500 പോയിന്റ്സ്. താങ്ക് യു. ജാക്ക് ബ്രോ താങ്ക് യു സോ മച്ച് 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് കിട്ടും. കണ്ണാപ്പിയുടെ RP സീനായിരുന്നു. ഞാൻ കുറച്ചു നേരം കണ്ടതാ. ഞാൻ ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പ് കുറച്ചു നേരം കണ്ടായിരുന്നു.
അല്ലാതെ മൊത്തത്തിരുന്ന് കണ്ടില്ല. അവരാത് ഉറപ്പി. മുത്തേ എന്താണ് കണ്ണാപ്പി നിനക്ക്? നിനക്ക് എന്താ പറ്റിയ കണ്ണാപ്പി? ജസ്റ്റ് ഒന്ന് പറയൂ നീ. എനിക്കവരോടാ മുത്തേ എന്താണ് നിങ്ങളൊക്കെ ഒരു കാര്യം കോമൺ, ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല, എന്നാലും ഞാൻ പറയുവാണ്. നിങ്ങളൊക്കെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, TVA KVA ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം ഇപ്പൊ TVAക്കും MRC ആയിട്ട് ഇഷ്യൂ ആയി, KVAക്കും MRC ആയിട്ട് ഇഷ്യൂ ആയി. എന്തുകൊണ്ടായിരിക്കും ഈ രണ്ട് ഗാങ്ങിനും ഈ പറഞ്ഞതുപോലെ ഇവരോട് ഇഷ്യൂ ആയത്? നിങ്ങൾ തോന്നുന്നുണ്ടോ TVAക്ക് ഇവരെ വെച്ച് ഫെയിം ഫാം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്? എനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. KVAക്കും തൽക്കാലം അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും ഇല്ല. പക്ഷേ നിങ്ങളുടെ അടുത്തൊക്കെ അന്നും ഒന്നും പറയണത് അതിനകത്ത് പഴയ പ്ലേയേഴ്സ്, അതായത് നിങ്ങൾ ഈ പറയുന്ന 2 മാസം എന്ന് പറയുന്ന സാധനം, ആ 2 മാസം പഴക്കമുള്ള 3 സാധനങ്ങളേ ഉള്ളൂ. ഒന്ന് ലീഡറും, ഒന്ന് കോ ലീഡറും, ഒന്ന് നിങ്ങൾ വ്യൂവേഴ്സും. നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ 3 മാസം പഴക്കമുള്ളത്. ബാക്കി എല്ലാം വർഷങ്ങൾ പഴക്കമുള്ള ആൾക്കാരാണ്. വർഷങ്ങളായിട്ട് ഈ കമ്മ്യൂണിറ്റി ഉള്ള. ഇതിൽ ഓരോരുത്തന്മാരായിട്ട് KVAക്കും പ്രശ്നമുണ്ട്, ഇതിൽ കുറച്ചവന്മാരായിട്ട് TVAക്കും പ്രശ്നമുണ്ട്. ഈ സാധനമാണ് ഇത് ഇവിടെ വരെ എത്തിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും പോണത്. കാരണം ഇത് ഫിക്സ് ആവില്ല, ഇത് ഫിക്സ് ആകത്തില്ല. ഇതൊക്കെ മുന്നിൽ കണ്ട് ഞാൻ എന്ന് പറഞ്ഞതാ. അപ്പം നമ്മളായി അത് നമുക്ക് ഫ്രസ്ട്രേഷൻ ആയി, നമുക്ക് തൊപ്പിയോടുള്ള ഇഷ്യൂ ആയി, തൊപ്പിയുടെ മുകളിലോടുള്ള ഹെയ്റ്റ് ആയിരുന്നു പുറത്ത് വന്നത്. നത്തിങ് ഒന്നും പറയാനില്ല. പിന്നെ ഈ പറയണത് പോലെ ബ്രോ, എൻ്റെ ഡൗൺഫോള് തീരുമാനിക്കുന്നത് വേറെ യൂട്യൂബിലുള്ള ഒരുത്തനും അല്ല, വേറൊരു ഗ്യാങ്ങും അല്ല. എൻ്റെ ഡൗൺഫോൾ തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാനിത് എന്ന് നിർത്തണം, ഞാനിത് എന്ന് അവസാനിപ്പിക്കണം എന്ന് ലോകത്ത് ഒരുത്തനും തീരുമാനിക്കാൻ പറ്റത്തില്ല. അത് പറ്റുമെങ്കിൽ അതെനിക്ക് മാത്രമാണ്. വ്യൂവേഴ്സ് കുറയണതാണ് ഡൗൺഫോൾ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഡൗൺഫോൾ ഒക്കെ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തതാണ്. എന്നിട്ട് ഒരുത്തന്റെ സഹായം ഇല്ലാതെ തിരിച്ചു കയറി വന്നതുമാണ് ഞാൻ. മനസ്സിലായ? അല്ലാതെ എനിക്ക് ആരും കൊണ്ട് ഗിഫ്റ്റ് ചെയ്ത വ്യൂവർഷിപ്പ് അല്ല ഇത്. ഞാൻ ഈ പറയണത് പോലെ ഫ്രം ദ സ്റ്റാർട്ട് ബ്രിക്ക് ബൈ ബ്രിക്ക് ബിൽഡ് ചെയ്തെടുത്തൊരു സാധനമാണ്. അപ്പൊ എന്റെ ഡൗൺഫോൾ വേറൊരുത്തന്റെ പേര് വെച്ച് എന്നോട് പറയണ്ട. ഞാൻ ഇനി വേറൊരാളുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ നാളെ ആ ആൾ വന്ന് എനിക്ക് അതിനൊരു റിപ്ലൈ തന്നു എന്ന് വിചാരിച്ച് എന്റെ ഡൗൺഫോൾ എങ്ങും തുടങ്ങാൻ പോണില്ല, എന്നും ഇതാക്കാൻ പോണില്ല. ആൻഡ് ഈ വ്യൂവർഷിപ്പ് കുറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ഗൈസ്. എനിക്കറിയാം ഞാൻ എത്ര വ്യൂസിൽ സ്ട്രീം ചെയ്തിട്ടുണ്ടെന്ന്. ഈ പറയണ ഇവന്മാരൊക്കെ ഇപ്പം ഒരു സ്ട്രീമർ ഗ്യാങ്ങിൽ കയറി ചാനൽ തുടങ്ങിയ ആൾക്കാരെ ആരുടെ പറയുന്ന കാര്യം ഞാൻ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനത്തെ ഒരു സാധനം ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം സ്ട്രീമർ ഗ്യാങ്ങിലൊന്നും കയറാതെ ഞാൻ ഒറ്റയ്ക്ക് റിയോയിലൊക്കെ 10ഉം 11ഉം വാച്ചിങ്ങിൽ സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഞാൻ 10ഉം 11ഉം വാച്ചിങ്ങിൽ. അപ്പൊ എനിക്ക് ഇനിയിപ്പോ വ്യൂ ഡൗൺ ആയാലും കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ഇതാക്കി നിൽക്കുന്ന സമയത്ത് ഈ വ്യൂവർഷിപ്പിൽ ഞാനൊരു 5-6 കൊല്ലം സ്ട്രീം ചെയ്തായിരുന്നേ. അപ്പൊ ഉണ്ടാക്കേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് നിന്ന് പോയാലും എനിക്ക് വേറെ ജോലി ഇല്ലെന്ന് പറയണത് നിന്റെയൊക്കെ വെറും തോന്നല. ഞാനൊരു വിഷ്വൽ മീഡിയ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു പണി അറിയുകയും ചെയ്യാം, നല്ലൊരു ജോലി അറിയാം. എനിക്ക് എൻ്റെ ബിസിനസ്സും ബാക്കി കാര്യങ്ങളും ഉണ്ട്. മനസ്സിലായി? എനിക്ക് അത് മതി. അതിൽ കൂടുതൽ വേറെ ഈ പറയണത് പോലെ ഇതുകൊണ്ട് മാത്രമേ ജീവിക്കൂ, ഇത് ഇങ്ങ് നിന്ന് പോയാൽ അല്ലെങ്കിൽ യൂട്യൂബ് അടച്ചു പോയാൽ ജീവിക്കില്ല എന്നുള്ളതൊക്കെ അത് ബ്രോ നിങ്ങളുടെ തോന്നല. അത് വെറും തോന്നല. എന്ന് വെച്ചാൽ ഇത്രയും നാള് അല്ലെ ഇനിയിപ്പോ എനിക്ക് ഒന്നും ഇല്ലെന്ന് വിചാരിച്ചോ, എനിക്കിപ്പോ ഇനി ഒന്നും ഇല്ലെന്ന് വിചാരിച്ചോ, എന്നാൽ ഇത്രയും നാൾ ഉണ്ടാക്കിയ പൈസയും ബാക്കി കാര്യങ്ങളും അസറ്റ്സും ഒക്കെ എനിക്കില്ലേ, എനിക്കത് മതി തൽക്കാലം. എനിക്ക് തൽക്കാലം അത് മതി. അപ്പോൾ അതിന്റെ കൂടുതൽ എന്റെ പണിക്ക് എനിക്ക് ലൈവ് അല്ലെങ്കിൽ എന്റെ ഡൗൺഫോൾ വന്നാൽ എനിക്ക് വേറെ പണി ഒപ്പിച്ചു തരാൻ നീ ഒന്നും ബുദ്ധിമുട്ടണ്ട. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ ഇനി അധികം ട്രിഗർ ആവുന്നില്ല ഗൈസ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് പിടിച്ച് ഞാൻ ട്രിഗർ ആവുമ്പോഴേ എന്റെ ഭാഷ കയ്യിൽ നിന്ന് പോകും. അപ്പൊ പപ്പയൊക്കെ വിളിച്ചെന്റെ പറഞ്ഞു കളയും. വ്യൂസ് കാണിക്കേ ബ്രോ, വ്യൂസ് ഇവിടെയാണ് 18,693. ഇത് എന്റെ വാച്ചിങ് അല്ല. ഞാൻ ഒരു കോൺട്രവേഴ്സി വരുമ്പോൾ ഉള്ള എന്റെ വാച്ചിങ് ഇതാണെന്ന് ഞാൻ പറയത്തില്ല. ഇതല്ല എന്റെ വാച്ചിങ്. എന്റെ വാച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു 13K. ഞാൻ പറയാം, ഒരു 13,000 12,000 ഞാനൊരു RP അല്ലെങ്കിൽ എന്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ 5,000 പേര് കോൺട്രവേഴ്സി കാണാൻ വന്നതാ. അതെന്റെ വാച്ചിങ് അല്ല. അത് ഞാൻ ഒരിക്കലും ഞാൻ പറയത്തില്ല. ഞാൻ ഒരു മാക്സിമം എന്താ പറയാ 13,000 ആ ഒരു വാച്ചിങ് എനിക്ക് കഴിഞ്ഞ എത്ര വർഷമായിട്ട് ഉണ്ടാവൂടാ? ഒരു 4.5 അതിലും കൂടും. 5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. 4-5 വർഷമായിട്ടുണ്ടാവും. ആ 4-5 വർഷമായിട്ട് ഈ കൺസിസ്റ്റൻസി എനിക്കുണ്ട്. ഞാൻ അതിന്റെ അപ്പുറത്തോട്ട് ആൾക്കാരെ ഇംപ്രസ് ചെയ്യാനും പുതിയതായിട്ട് ഇതിനകത്ത് കൊണ്ടുവരാനും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും ചെയ്യാറുമില്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്. സിറ്റിയിൽ കയറും, അടി ഉണ്ടാക്കും, ഇടയ്ക്ക് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഗ്യാങ്ങായിട്ട് തള്ളക്കുളിയാവും, അടി വഴക്കൊക്കെ ആവും. ഇതൊക്കെ തന്നെ റിപ്പീറ്റ്. ഇതൊരു 2 ദിവസം ഓടും. ഈ 3-4 ദിവസം ഓടുന്ന സമയത്ത് അതങ്ങനെയൊക്കെ പോകും. അത് കഴിയുമ്പോൾ പിന്നെ RP ബാക്കി സിറ്റുവേഷൻ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും. മനസ്സിലായി? അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് ഈ പറയണത് പോലെ
വേണ്ട, അയ്യോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ஸ்பெஷல் വീണ്ടും டான்ஸ் எல்லாம் பண்றது இல்ல. ഏയ് കൊച്ചേ. എന്തൊരു കോച്ച്. പറയില്ലെന്ന് പറഞ്ഞത്. ഇത് തന്നെ പറഞ്ഞു. இல்லடா நான் ஸ்பெஷல் டான்ஸ் தான் பண்றேன். ബോംബിനെ കുറിച്ച് പറ. അതൂടെ ബോംബിനെ കുറിച്ച് പറയാം കേസ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യാൻ വെച്ചിരുന്ന ബോംബ് എന്ന് പറഞ്ഞാൽ, അല്ല അന്നേരം എനിക്ക് എടുത്തു വെച്ച് കാണിക്കാനുണ്ടായിരുന്ന ഇത് ഞാൻ കാണിക്കുള്ളൂ. പക്ഷെ ഇതിന്റെ അപ്പുറത്ത് വേറുള്ള ഞാൻ ഇപ്പൊ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേസ്, ഇപ്പൊ ഇത് ഇവരുടെ അകത്ത് അല്ലെ ഇന്റേണലി നടക്കുന്ന കുറെ ഇഷ്യൂസ് വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് MRCക്ക് അകത്ത് നടക്കുന്ന കുറച്ച് ഇഷ്യൂസ് ഒക്കെ, അതൊക്കെ വളരെ അവരുടേതായിട്ടുള്ള പേഴ്സണലി ഉള്ള കാര്യം. ഇൻ ബിറ്റ്വീൻ TVക്കകത്തും ഇതുപോലെ കുറെ ഇഷ്യൂസ് ഒക്കെ നടന്നിട്ടുണ്ട്. TVക്കകത്തും ഇതുപോലെ ഇഷ്യൂസ് നടന്നിട്ടുണ്ട്. പലവട്ടം നമ്മൾ തമ്മിൽ ഓരോ സൗന്ദര്യ പിണക്കങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നും വിളിച്ച് പബ്ലിക്കലി ലൈവിൽ കൊണ്ട് കാണിച്ചിട്ടില്ല. TVയുടെ നമ്മൾ ഇതും കാണിക്കുന്നില്ല. അപ്പൊ അത് നമുക്ക് കാണിക്കണ്ട. പക്ഷെ ഞാൻ ആ പറഞ്ഞതിൽ ഷെയ്ക്കായിട്ട് നമ്മൾ സംസാരിച്ചിരുന്ന ഒരു POV ഉണ്ടല്ലോ, ആ POVയിൽ ഇതിനകത്ത് ഷെയ്ക്ക് ആദ്യം വന്നിട്ട് ഇങ്ങനെ പറയും, എന്താ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ. രണ്ടാമത് നമ്മള് ഇവിടെ CK മാര് ഇപ്പൊ ഇവിടെ CK മാര് ഇവിടെ ജോയിൻ ആവും. ഇവിടെ CK മാര് ജോയിൻ നോക്കുന്നത്. പിന്നെ നിന്റെയൊക്കെ ഈ അണ്ണനും കൂണനും അല്ലേ ഇവിടെ എന്തായിരുന്നു പ്ലേ? ഇതാണ് ഞാൻ പ്ലേ ചെയ്യട്ടാന്ന് പറഞ്ഞത്, മനസ്സിലായ? ഈ വിളിയാണ് അന്ന് വരെ വിളിച്ചത്. അപ്പൊ ഇത് വിളിച്ച് ഇത് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമോ. അപ്പൊ ഇവനെ ഞാൻ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് പുള്ളിയുടെ ഡിസിഷൻ മാറ്റിയിട്ട് പുള്ളി പറഞ്ഞു, ഞാനിങ്ങനെ എക്സ്ട്രീം ട്രിഗർ ആയ സമയത്ത് ഞാൻ ഇവന്മാരോട് പറഞ്ഞു, ഇവന്മാരുടെ സാധനങ്ങളും എല്ലാം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞത് പുള്ളിയായിട്ട് തന്നെ രണ്ടാമത് സമ്മതിച്ചു. അപ്പൊ ഇത് പുള്ളി തെറി വിളിച്ച മാസ്. എടാ ഇത് ഓഫ്ലൈനാ 18 വയസ്സുള്ള കൊച്ചു ചുമ്മി തന്തേലാഴി കാണിക്കുമ്പോ അവനോട് തെറിയല്ലാതെ ഞാൻ ചുച്ചുടുമാരിയെ തക്കുടുമാരിയെ എന്താടാ കൊത്തുടുമാരി കാണിച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ വെക്കാൻ നിന്നെ പോലത്തെ മറ്റേ നട്ടല്ലില്ലാത്തവനല്ല ഞാൻ, മനസ്സിലായ? തന്തേലാഴി കാണിച്ച അവനോട് ചോദിക്കണ്ടേ, അവനോട് പറയണ്ടേ. അതാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ നിന്റെ എടാ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഗാന്ധിജി അല്ലടാ. ഇപ്പൊ ഗാന്ധിജി ആവില്ല എല്ലാവർക്കും താല്പര്യം. എന്റെ പൊന്നോ, കമ്മ്യൂണിറ്റിക്ക് നന്മ വിതറട്ടെ. ഇലക്ഷൻ പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ പോലെയാണ് ഇപ്പൊ ഓരോ സാധനങ്ങളൊക്കെ വരുന്നത്, മനസ്സിലായ? എന്തൊക്കെ ആൾക്കാരാണോ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ പിന്നെ ഇതിന് റിട്ടേൺ ആയിട്ട് അവരുടെ എന്തോ ബോംബുണ്ട്, അവരുടെ എന്തോ സാധനം ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് KVAക്കുള്ള മറുപടിയാണ്, അത് വേറെ നമുക്കുള്ള മറുപടി അല്ല. KVAക്കാണേലും TVAക്കാണേലും നീയൊക്കെ ഇനി എൻ്റെ എന്ത് ഓസ്തി കൊണ്ടുവന്നാലും, പബ്ലിക്കായിട്ട് ഞാൻ പറയുക, എന്ത് ഓസ്തി നീയൊക്കെ കൊണ്ടുവന്നാലും എനിക്കൊരു പേടിയില്ല, എനിക്കൊരു കോപ്പുമില്ല, മനസ്സിലായ? അത് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇത്രയും പബ്ലിക്കായിട്ട് ഞാൻ ഇവിടെ ഫേസ് ക്യാം നോക്കിയിരുന്നു ഞാൻ പറയുക. കൊണ്ടുവരുമ്പോൾ ബാക്കി, മനസ്സിലായ? ഇത് എനിക്ക് പറയാനുള്ള എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഗൈസ്. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് എന്തായിരുന്നു അതിന്റെ പുള്ളി ഒരു പേര് പറയുന്നത്, പുള്ളിയുടെ ക്യാരക്ടർ ഉണ്ട്. ഇതാണ് എന്റെ ക്യാരക്ടർ. കൊണ്ടുപോവാ അന്നാരം ബാക്കി. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് പേടിക്കാനുണ്ടല്ല. ഈ പറയണത് പോലെ ഇതൊക്കെ ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു പേടിയില്ല, എനിക്കില്ല. അങ്ങനെ ഒരു പേടിയില്ല. പിന്നെ ഇപ്പോ വേറൊരു കാര്യം കൂടെ ഞാനിപ്പോ റീസെന്റ് കാണുന്നുണ്ട്. ഡെസ്ട്രോ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന ഒരു POV ഇങ്ങനെ കണ്ടിട്ട് ഇത് ഹാക്കാണോ, ഹാക്കിന്റെ മറുപടി ഒന്ന് ഡെസ്ട്രോയുടെ മോണ്ടേജിനകത്ത് അത് കിടപ്പുണ്ട്. അതായത് SRR അടിക്കുന്നത്. ഇവിടുത്തെ സിറ്റിയിൽ TDM ഗ്രൈൻഡ് ചെയ്യുന്ന പ്ലേയേഴ്സിന്റെ POV റെഗുലർ ആയിട്ട് ലൈവ് കാണുന്ന എല്ലാവർക്കും അറിയാം. അതൊരു മൂവ്മെന്റിന്റെ ഇതാണ്, POV ആണ്. ആ POV ബഗ് അത് ഇടക്കിടക്ക് എല്ലാവർക്കും വരുന്ന ഒരു സാധനമാണ്. പിന്നെ അടുത്തൊരു അഭിപ്രായം കൂടെ എനിക്ക് പറയാനുള്ളത്, ഇൻ കേസ് ഇത് ഞാൻ നേരത്തെ തൊട്ടേ പറയാനുള്ള കാര്യമാണ്. TVക്കകത്ത് ഒരുത്തൻ ഹാക്ക് ഇട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അവനെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ഞാൻ പറയാം, നിങ്ങളെക്കാൾ മുമ്പേ ഞാൻ പറയാം. അങ്ങനെ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ പ്രൂഫോടുകൂടി എൻ്റെ അടുത്ത് കൊണ്ട് കാണിക്കണം. നിങ്ങളെക്കാൾ മുമ്പേ അപരാധിക്കാൻ പോകുന്നത് ഞാനായിരിക്കും അവന്. കാരണം മൾട്ടിപ്പിൾ ഗെയിംസ് ഇത്രയും നാൾ ഞാൻ സ്ട്രീം ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് പോടാ മേരയോ ഇത് പറഞ്ഞോണ്ടിരിക്കുവല്ലേ, ഇപ്പൊ എങ്ങനെ പോണം. അപ്പൊ എന്ന് വെച്ചാ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ PUBG മൊബൈൽ തുടങ്ങിയതാണ് നമ്മള്. PUBG മൊബൈൽ തൊട്ട് PUBG മൊബൈൽ, PUBG PC, വാലറന്റ്, ഫൈനൽസ്, അത് ഇത് എന്തൊക്കെ ഗ്രൈൻഡ് ചെയ്തു നമ്മള്. ഇതിന്റെ ഒന്നും ഇടയ്ക്ക് നമുക്ക് ഇതുവരെ
ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി ടൂൾ ഇട്ട് കളിക്കേണ്ട ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു ഗതികേട് എന്റെ കൂട്ടത്തിലുള്ളവന്മാർക്ക് അതിട്ട് കളിക്കുന്നവന്മാർ, ഞാൻ ഇപ്പോഴും പറയാം, അതിട്ട് കളിക്കുന്നവന്മാര് സ്വന്തം സാമാനം പിടിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിലും ഭേദം. അങ്ങനെ ഞാൻ ഇട്ട് കളിക്കാത്തത്തോളം കാലം എന്റെ കൂട്ടത്തിലുള്ളവന്മാരും അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്കതിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഈ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ മുമ്പേ അവരാധിക്കാൻ, ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ഒരു അക്യൂസിഷൻ നിങ്ങൾ പ്രൂവ് ചെയ്യുവാണെങ്കിൽ ടിവിയിൽ അവൻ ഒരു കാലത്തും ഉണ്ടാവില്ല. പിന്നെ ഒരു തിരിച്ചുവരവോ തിരിച്ചു കയറ്റലോ, നമ്മൾ പറയണ പോലെ 14 ദിവസത്തെ വാണിംഗ് കൊടുത്തു വിടത്തില്ലേ. ഞാൻ അവന്റെ തന്തയ്ക്കും വിളിച്ചിട്ട് ഞാൻ പറയും ഇറങ്ങിക്കോളാന്ന് ഞാൻ പറയും ഇവിടെ. അതിന് എന്റെ കൂടെ എത്ര ഇതായിട്ട് നിന്ന ആളാണെങ്കിലും ഞാനത് പറയാം. അല്ലാതെ 14 ദിവസം ചൂപ്പിയിട്ട് തിരിച്ചു വിളിക്കൂല ഞാൻ. മനസ്സിലായ? അതാ എന്റെ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ അങ്ങനെ ടിവിയിൽ ഏതെങ്കിലും പ്ലേയേഴ്സിന് ഡൗട്ട് ഉണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് POVയോടെ കൊണ്ടുപോകാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ നമുക്ക് ലാസ്റ്റില് ജയിക്കാൻ വേണ്ടി ഒന്നും പറയാനില്ലാത്തൊരു സമയം വരുമല്ലോ. അതായത് നമുക്ക് എന്ത് പറഞ്ഞാലും യുവമാർക്കെതിരെ ജയിക്കാൻ പറ്റൂല എന്നുള്ളൊരു സാധനം വരുമ്പോൾ ആൾക്കാർ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇടും. അപ്പോൾ അതില് GTA POV എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടായിരുന്നു. ഈ GTA POV എന്ന് പറഞ്ഞ ചാനൽ, എടാ മെസ്ബോയ്, ഞാൻ ആ ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് ഒന്ന് സ്ട്രീം ചെയ്ത് കാണിക്കൂടാ? അല്ല, എനിക്ക് ഡിസ്കോഡിൽ ഒന്ന് അയക്കാവോ? കമലിട്ടല്ലേ? അതെ. അപ്പൊ ഇവന്മാരൊക്കെ ഈ GTA POV എന്ന് പറയുന്ന ആൾക്കാർ കണ്ടല്ലോ ഗൈസ്, ലാസ്റ്റിൽ ജയിക്കാൻ വേണ്ടിയിട്ട് എന്റെയും നമ്മളീ പറഞ്ഞില്ലേ, നമ്മളതിൽ ഒരു ബോംബുണ്ട്, ഈ വീഡിയോ എടുത്ത് വെച്ച് പ്ലേ ചെയ്യുമെന്നൊക്കെ പറഞ്ഞില്ലേ. ഈ പ്ലേ എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ കണ്ടന്റിന്റെ അടിയിൽ ആരോ വെട്ടി കണ്ടന്റ് ഇട്ട്, ഈ കണ്ടന്റിന്റെ അടിയിൽ ഒരുത്തം വന്ന് കൊണ്ടുവന്നിട്ടേക്കുക. അവനാണെങ്കിൽ ഇങ്ങനെ ഈ MRCയുടെ ഫുള്ള് ക്ലിപ്പ് ഇടുന്ന ഒരുത്തനാണ് കേട്ടോ. അപ്പൊ ഇത് കോൺട്രവേഴ്സി മാത്രം ക്ലിപ്പ് ഇടുന്ന ഒരുത്തൻ. അപ്പോൾ അവൻ വന്നിട്ട് പറയുക എന്റെയും അലീനയുടെയും 1 മണിക്കൂർ ഡ്യൂറേഷൻ ഉള്ള ക്ലിപ്പുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് മറ്റേ വന്ന് എല്ലാ കമന്റ് സെക്ഷനിലും പോയി ഇങ്ങനെ സ്പാം ചെയ്തോണ്ടിരിക്കുക. മറ്റേ ഒരു സ്പാം ചെയ്തോണ്ടിരിക്കുക കുറെ കമന്റ് സെക്ഷനിൽ. എടാ ഇതൊക്കെയാണ് നിനക്കൊന്നും അല്ലടാ, എനിക്കല്ല, നിനക്കൊക്കെയാണ് ഫ്രസ്ട്രേഷൻ. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് TV ഓഡിയൻസിന്റെ അടുത്തും ഇത് കാണാൻ വന്ന കോൺട്രവേഴ്സി ഓഡിയൻസിന്റെ അടുത്തും ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം പറയാ ഗൈസ്, ഞാനൊരു കാര്യം പറയാ. വല്ലവനും വേണ്ടി കുരയ്ക്കാൻ പോണത് നിങ്ങളുടെയൊക്കെ വാല്യുബിൾ ടൈമാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, ചിലപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ അത് ചെയ്യുന്നവരായിരിക്കും. ഒരു സാധനത്തിനോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് നിങ്ങളുടെ പേഴ്സണൽ ടൈം ബാക്കിയുള്ളവന്മാർക്ക് കളയുന്നതാണ് നിങ്ങളൊക്കെ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ സാധനം. ഞാൻ TV ഓഡിയൻസിന്റെ അടുത്ത് അത് പറയുക, ഞാൻ ബാക്കി കേൾക്കാൻ വന്ന എല്ലാവരുടെ അടുത്തും പറയുക. നീയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളയുന്ന ഈ സമയം ഓർത്ത് നീയൊക്കെ റിഗ്രറ്റ് ചെയ്യും. എൻഡ് ഓഫ് ദ ഡേ അവർക്ക് കുറെ സൂപ്പർ ചാറ്റ് കിട്ടും, നമുക്ക് ഇവിടുന്ന് റവന്യൂ കിട്ടും. ഞങ്ങൾ രണ്ട് സൈഡ് ഹാപ്പി ആയിരിക്കും. ഞങ്ങൾ രണ്ട് സൈഡും ഞങ്ങൾക്ക് ലൈവ് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, ഗെയിം കളിക്കണ്ട, കീബോർഡിൽ ഞെക്കണ്ട, ഇങ്ങനെ ഇരിക്കാം. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയും വിളിച്ച് ഞങ്ങൾക്ക് തെറിയും വിളിച്ചിരിക്കാം. നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യും? ലൈവ് കഴിഞ്ഞാലും ലൈവ് ഇല്ലാത്ത സമയത്തും എല്ലാം നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി സംസാരിക്കാൻ പോകണം. ഞാൻ എക്സാമ്പിൾ പറയാം, എനിക്ക് വേണ്ടി പാടാൻ പോകണം, നിങ്ങൾക്ക് ആൾക്കാർക്ക് എന്തെങ്കിലും പേഴ്സണലി റിയൽ ലൈഫിൽ ഒരു അത്യാവശ്യം വന്നാൽ നിങ്ങളുടെ വിളിച്ച വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? ഈ സെയിം അപ്പുറത്തും ഞാൻ ചോദിക്കുക. മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. ഞാൻ ഒരിക്കലും എൻകറേജ് ചെയ്യത്തില്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എനിക്ക് വേണ്ടി അവിടെ പോയി തർക്കിക്കണമെന്നും പാടണമെന്നും തെറി പറയണമെന്നും ഞാൻ പറയത്തില്ല. വേണ്ടവർക്ക് മനസ്സിലാക്കാം. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. സോ നമ്മൾ ഡിസ്കോഡ് നോക്കിയിട്ട് നമ്മൾ സിറ്റിയിൽ കയറാം. ബാക്കിയുള്ളവർക്ക് ഇനി എന്ത് വേണമെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയാം. ബായ്. അപ്പൊ ശരി, പോയിട്ട് വാ. ഞാൻ ഇന്നും എന്റെ ലൈവിൽ നിനക്കൊക്കെ പുതുമ തോന്നുന്നത് നീയൊക്കെ എന്റെ ആദ്യമായിട്ട് ലൈവ് കാണുന്നവരെടുത്താ നീയൊക്കെ ആദ്യമായിട്ട് എന്റെ ലൈവ് കാണുന്നോണ്ടാ. എന്റെ ലൈവ് കാണുന്ന ഓഡിയൻസിനോട് പ്രത്യേകിച്ച് പരീക്ഷ സമയമാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറയണ കാര്യമാണ് എടാ, പരീക്ഷ ഉള്ളവന്മാർ പോയി പഠിച്ചോ, ലൈവ് ഇവിടെ കിടക്കും, പിന്നെ ആയാലും വന്ന് കാണാം എന്ന് ഞാൻ പറയാറുണ്ട്. അത് ഇന്നും ഇന്നലെ അല്ല, 2 മാസം ആയതിൻ്റെ ഉള്ള പ്രശ്നമാണ്. 2 മാസം മാത്രം ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. ബാക്കി ഓഡിയൻസ് സ്ഥിരം ലൈവ് കാണുന്നവർക്ക് അറിയാം. പരീക്ഷ ഉള്ള സമയത്തും രാത്രി ലേറ്റ് നൈറ്റ് ഒരുപാട് ഉറക്കമില്ലാതിരിക്കുന്നവരോടും ഞാൻ എപ്പോഴും പറയുന്ന എപ്പോഴും കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ പറയണ കാര്യമാണ്. മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. നിനക്കൊക്കെ അമ്പിന്നും വണ്ടിന്നും കൺവേർട്ടർ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കാം. ഇന്ന് പക്ഷെ ഞാൻ ഒരു MRC ക്ലിപ്പ് ഇടുന്ന ഒരു പയ്യനെ ഞാൻ ഇതുപോലെ ഉപദേശിച്ച് ഞാൻ അവനെ TVS ഫാൻ ആക്കി കളഞ്ഞു കേട്ടാ. അവൻ DP ഒക്കെ മാറ്റി TVയുടെ ഇട്ട് വാസുണ്ണൻ ഉയർ മാതാപിതാ വാസുണ്ണൻ എന്ന് ലാസ്റ്റിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ സീരിയസ് തമാശയല്ല. ഒരു ദിവസം എന്റെ ഒരു ദിവസത്തിൽ ഒരു 1.5 മണിക്കൂർ ഞാൻ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് അവന്റെ വിഷമമൊക്കെ ഞാൻ കേട്ട്. പാവൻ ചെറുക്കൻ. അവനെ ആരോ ബ്രെയിൻ വാഷ് ചെയ്ത് അവന്റെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് താടിക്കൊരു തട്ട് എടുത്തപ്പോഴത്തേക്ക് ഇവിടുന്ന് ബ്രെയിൻ പെട്ടെന്ന് തലക്കകത്തോട്ട് കയറി. കുറെ പേരെ എനിക്ക് അങ്ങനെ ചെയ്യാനുണ്ട് നമുക്ക്, മനസ്സിലായ?
അപ്പൊ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. സോ സോറി ഫോർ ബീങ് ട്രിഗേർഡ് ഫോർ ലാസ്റ്റ് 2-3 days. ഞാൻ ഭയങ്കര ട്രിഗേർഡ് ആയിരുന്നു. അതിനുള്ള കാരണം ഞാൻ ഓൾറെഡി ലൈവിൽ പറഞ്ഞായിരുന്നു ഗൈസ്. ഈ പറയുന്നത് പോലെ വൈഫിന്റെയും കുഞ്ഞിന്റെയും എല്ലാ ഫോട്ടോയുടെ ഒക്കെ അടിയിൽ വന്നിട്ട് ഇമാതിരി പോക്കൃത്തരം നിന്തലഴിയൊക്കെ ഇട്ടെന്ന് കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് അതൊരു ബാഡായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഞാനപ്പോൾ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. സത്യമായിട്ടും. അത് പറയാതിരിക്കാൻ വയ്യ. അതിന്റെ പുറത്താണ് ഞാൻ ഇത്ര ട്രിഗേർഡ് ആയത്. അത് നമ്മുടെ ഓഡിയൻസിന്, നമ്മുടെ റെഗുലർ ആയിട്ട് ഓഡിയൻസ് ടി വിയിലൊക്കെ കാണുന്നവരുണ്ട്. അവരിങ്ങനെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഈ തെറിവിളിയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പൊ അതിന് മാത്രം സോറി. അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കല്ല. എടാ ഓണോ എത്ര വട്ടം പറയണം? എന്റെ അടുത്ത് ഇല്ല അവര് അങ്ങോട്ടായിരിക്കും. ഓ ഇങ്ങോട്ടും വിളിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. ഇങ്ങോട്ടും വിളിക്കും. അപ്പൊ സ്ട്രീം നമുക്കപ്പോ കുറച്ചു നേരം ഡിസ്കോഡ് റിയാക്ട് ചെയ്യാം. സിറ്റിയിൽ നല്ല പി അല്ല, അതൊന്ന് സ്റ്റേബിൾ ആവട്ടെ. നമുക്ക് സിറ്റിയിൽ കയറാം. എന്തായാലും ഞാൻ RP ചെയ്തിട്ടേ പോകത്തുള്ളൂ. അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നമ്മുടെ RP ഡേയ്സ് ഇടി ഇതൊക്കെ ആയിരിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പൊ എന്തെങ്കിലും പറയാനോ അവരാതോ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി എത്ര എല്ലാ ദിവസവും ലൈവ് വരുമ്പോൾ 10 മിനിറ്റ് സംസാരിക്കും. ഇന്നത് 30 മിനിറ്റ് ആയി. ഇനി ഒരു 15 മിനിറ്റിൽ നമ്മൾ സംസാരിച്ച് തീർത്തിട്ടേ നമ്മൾ സിറ്റിക്കകത്തോട്ട് കയറത്തുള്ളൂ. താങ്ക് യു സോ മച്ച്. 1 Eagle Gaming മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. എല്ലാവർക്കും സ്ട്രീം നമുക്ക് തുടങ്ങാം. ഇറങ്ങിയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. ലൈവ് ഇട്ടിട്ടുണ്ടേ? ഓക്കെ. ഞാനും കരുതി എന്താണ് സ്ത്രീകളുടെ മനസ്സിൽ പ്യൂർ ഹെയ്റ്റ് ആയിരുന്നു. ടൈം ആയപ്പോ അത് പുറത്തു വന്നു, അത്രേ ഉള്ളൂ. തൊപ്പിയെ ഡ്രാഗ് ചെയ്തത് ഈഗിളിന്റെ എൻഡിന്റെ സ്റ്റാർട്ടാണ്. മാർക്ക് മൈ വേർഡ്സ്. MR ഷബീർക്ക താങ്ക് യു ഫോർ the 100 rupees super chat. ബ്രോ സ്റ്റാർട്ടിങ് ആയല്ലോ. ഞാൻ പറയാം. ഇത് ഞാൻ നിങ്ങളുടെ ആദ്യമേ ഞാൻ പറഞ്ഞ് MRC തൊപ്പിയോ MRC ഷെയ്ക്കോ അല്ല എന്റെ ഡൗൺഫോൾ തീരുമാനിക്കുന്നത്. എന്റെ ഡൗൺഫോൾ ഞാൻ ഈ പറയണത് പോലെ TV എന്ന് പറയുന്ന സാധനത്തിനുണ്ടാക്കിയ ഓഡിയൻസ് പോകണമെന്നുണ്ടെങ്കിൽ TV എന്തെങ്കിലും പോക്കൃത്തരം കാണിച്ച് അങ്ങനെ അവർക്ക് മനസ്സ് ഓർത്ത് പോകണം. അല്ലാതെ ബാക്കിയുള്ള ഞാൻ തൊപ്പിയെ ഡ്രാഗ് ചെയ്തതിന്റെ കാര്യത്തിൽ പേഴ്സണലി ഞാൻ സോറി പറഞ്ഞു. ഞാൻ അവനെ നേരിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞു. ഞാൻ എല്ലാം പറഞ്ഞു. അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് തൊപ്പിയേം പേടിയില്ല, എനിക്കൊരു ഷെയ്ക്കിനെയും പേടിയില്ല, ആരെയും പേടിയില്ല. ഇവനൊന്നും അല്ല എന്റെ ഡൗൺഫോൾ തീരുമാനിക്കുന്നത്. എന്റെ ഡൗൺഫോളും ഇതുമൊക്കെ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അല്ലാതെ ഇവനൊന്നും അല്ല, അല്ലെങ്കിൽ ഈ പറയണ ആൾക്കാർ ഈ മാർക്ക് മൈ വേർഡ്സ് എന്ന് പറഞ്ഞവനല്ല എന്റെ കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്നത്. മനസ്സിലായോ? ഇനി അങ്ങനെ ഒരു ഞാൻ പറയാം, ഒരാളുടെ അടുത്ത് നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ സോറി പറയാനല്ല പറ്റുള്ളൂ. ഡെയിലി പോയിട്ട് 10 മിനിറ്റ് കുനിഞ്ഞു നിന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എനിക്ക് തെറ്റാണെന്ന് മനസ്സിലായി, ഞാൻ സോറി പറഞ്ഞു, ഞാനത് അതവിടെ വിട്ടു. പിന്നെയും ഞാൻ എന്ത് ചെയ്യണം? അല്ല പിന്നെയും ഇതിന്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന ആൾക്കാർക്കൊന്നും മിസ്റ്റേക്സ് ഒന്നും പറ്റിയിട്ടില്ലേ? അപ്പൊ അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് വേറെ മറുപടി പറയാനില്ല. ഓക്കെ. TVA ഗ്യാങ്ങിൽ കളിക്കുന്ന വില്ലു എന്ന പ്ലെയർ ഉണ്ട്. അവന് ഫുള്ള് സീക്രട്ട് ഫയൽ ആൻഡ് സ്ക്രിപ്റ്റ് വെച്ചാ കളിക്കുന്നത്. എക്സലാൻഡിസിലെ അഡ്മിന് പോലും അത് അറിയില്ല. കാരണം വില്ലു അത്രയും സ്കിൽഡ് ആണ്. പിന്നെ എക്സലാൻഡിസിലെ അഡ്മിന് പ്രൂഫ് പോലും എക്സലാൻഡിസിലെ അഡ്മിൻ പോലും മൈൻഡ് ആക്കില്ല TVA സെർവർ ആയ കാരണം. TVA ഡൗൺഫോൾ സ്റ്റാർട്ടഡ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇതേ അറിയത്തുള്ളൂടാ. നിങ്ങൾ ആദ്യം ഒന്ന് പൊങ്ങി വാ, എന്നിട്ടല്ലേ ഡൗണിനെ പറ്റി സംസാരിക്കുന്നേ. നിങ്ങൾ ആദ്യം തല്ലുകൊളുത്തരൊക്കെ നിർത്തിയിട്ട് ഇതിപ്പോ 3 ദിവസമായിട്ട് അടുപ്പിച്ചല്ലോ TVയുടെ മേടിച്ച് മറ്റേ EVX ആണെങ്കിൽ വട്ടത്തി പണി. ഇപ്പൊ KVA കണ്ടാ പണ്ണാൻ നിൽക്കുന്നു. T47 10 ദിവസമായിട്ട് ഇഗ്നോർ ചെയ്യണ്. ഇതൊക്കെ ആദ്യം തീർത്തിട്ട് ഒരു അപ്പിലോട്ട് വാ നിങ്ങൾ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളവരുടെ ഡൗൺഫോളിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ബ്രോ ഈ പറഞ്ഞതിൽ എല്ലാം പോക്കൃത്തരമാണെങ്കിലും ഇതിൽ ഒരു കാര്യമുണ്ട്, അവൻ അത്രയും സ്കിൽഡ് ആണെന്ന്. അത് സത്യമാണ്. അതുകൊണ്ടാണ് അവൻ ഇത്രയും വർഷമായിട്ട് RP കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷമായിട്ട് നല്ല നല്ല ഗാങ്സിൽ കളിച്ച് ഇപ്പോൾ TVയിൽ കളിക്കുന്നത്. പിന്നെ ഗൈസ് ഈ സിറ്റിയിൽ PCGക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സലാൻഡിസിന്റെ അഡ്മിൻ പാനലിലുള്ള എല്ലാവരും TVA ഫാൻസ് ആണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അത് വെറും തോന്നല. ഇതിൽ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച അവനെ ആയിരിക്കും ആദ്യം കൊണ്ട് പുറത്തു വിടുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനൊരു മൊമെന്റിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു മൊമെന്റ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വില്ലുമോനെ അവരായിരിക്കണം, ഞാനായിരിക്കൂലേ? പിന്നെ ഉറപ്പല്ലേ വില്ലുമോനെ? പിന്നെ മാറി ഇതാണ് ഞാൻ മുമ്പേ നേരത്തെ പറഞ്ഞില്ലേ, 1 hour വീഡിയോ ഉണ്ട്. അത് നമ്മൾ പൊട്ടിക്കും.
ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ വേറെ ഉണ്ടായിരുന്നല്ലോടാ, വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോടാ. അത് അല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.